പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആകാംക്ഷ കാണും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഇതിന്റെ ഓണറായിട്ടുള്ള അരുൺ സാറിനെ ഞാൻ വിളിക്കും. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കാറിന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റുകയാണ്. കാർ കാർഡിയാക്കിയാണ്. അപ്പം കാറിന്റെ ഹാർട്ട് എന്ന് പറയുമ്പോൾ എഞ്ചിനാണ്. എഞ്ചിനകത്തെ കാർബൺ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പേരല്ല, ഇത് നമുക്ക് ഫ്രാഞ്ചൈസി കേസിലാണ് ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അവർ ഇട്ടേക്കുന്ന ഒരു പേരാണ്. അതായത് കാറിന്റെ ഹാർട്ട് അതിന്റെ പ്രോബ്ലം മാറ്റുക, അതിന്റെ ഹാർട്ട് എന്ന് പറയുമ്പോൾ എഞ്ചിനാണ്, അതിന്റെ പ്രോബ്ലം മാറ്റുക എന്നതാണ് അവർ ഉദ്ദേശിച്ചത്. അതിനകത്ത് നേരിടാനുള്ള പ്രോബ്ലം അതിന്റെ കാറിന് അതിനകത്ത് മെയിൻ പ്രോബ്ലം ആയിട്ടുള്ള കാറിന് റിമൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്. അത് അതിന്റെ എഞ്ചിൻ ഒരു പുതിയ വാഹനം എടുത്ത് അതിന്റെ ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള പെർഫോമൻസ് നടക്കുന്നത്. അതിനുശേഷം ഒരു 20,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എഞ്ചിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ആടായിരിക്കും. ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ച് എഞ്ചിന് മൈലേജ് കുറവുണ്ടാവാം, പവർ കുറവുണ്ടാവാം, എഞ്ചിന് വൈബ്രേഷൻ ഉണ്ടാവാം, എഞ്ചിൻ സൗണ്ട് കൂടാ, പൊല്യൂഷൻ കുറവുണ്ടാവാം, ഇതെല്ലാം ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ആ കാർബൺ റിമൂവ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമുക്ക് എങ്ങനെയാണ് വണ്ടിയെ ശരി കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാം. നമ്മളിത് എൻ്റെ പ്രോസസ്സ് തുടങ്ങുകയാണ്. മെഷീൻ ഓണാക്കുകയാണ്. ഇതിപ്പോൾ ഓരോ വണ്ടിയുടെ കിലോമീറ്ററും ക്യൂബിക് കപ്പാസിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ സമയം, എത്ര സമയം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അറിയാം. ഇതിപ്പോൾ 43,000 ആകുമ്പോൾ ഏകദേശം നമുക്കൊരു 20-26 മിനിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ 26 മിനിറ്റ് കൊണ്ടൊരു 80% അല്ലെങ്കിൽ ഒരു 80-90% കാർബൺ റിമൂവ് ആവും. അതുപോലെ നമുക്കൊരു 26 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ വണ്ടിയുടെ സൗണ്ടിനകത്തുള്ള വ്യത്യാസം ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. എഞ്ചിന് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാറുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ പറ്റും. നമ്മളിനിപ്പം ടൈം സെറ്റ് ചെയ്യുകയാണ്. 26 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ബസ് വർക്കായിരിക്കും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഗ്യാസിൻ്റെ അളവ് സെറ്റ് ചെയ്യുക. ക്യൂബിക് കപ്പാസിറ്റിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്യാസ് ലെവൽ സെറ്റ് ചെയ്യുക. ഗ്യാസും കാലത്തിന് ബാധിച്ചു വെച്ചത്. നമ്മൾ 26 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. 26 മിനിറ്റാണ് മെഷീൻ തന്നെ കൺട്രോൾ ആകുന്നത്. എത്രാമോ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ 13 സെക്കൻഡോടെ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആ 13 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കാണിക്കും, അലാം അടിക്കും.
26 ഇതാണ് മെഷീൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് നമ്മുടെ സാധാ വെള്ളമാണ്, ഉച്ചിട്ട് വെള്ളം, അതായത് ഹൈഡ്രജൻ ഓക്സിജനാണ്. അതിനെ ഈ മെഷീൻ വഴി വിഘടിപ്പിക്കണം. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് വിഘടിപ്പിച്ച് ഈ ട്യൂബ് വണ്ടിക്ക് ഇതിനകത്തിന് കൊടുക്കുകയാണ്. അപ്പം ഈ ട്യൂബ് വഴിയാണ് ഹൈഡ്രജൻ ഓക്സിജൻ, അതായത് ഇവിടുന്ന് എയർ ബ്രേക്കിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഓസിലോട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. എയറിൻ്റെ സെക്ഷൻ വരുന്ന ഓസാണ്. അപ്പോൾ അതിനകത്തൂടെ നേരെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ അവിടോട്ടാണ് ഇത് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് ചെന്ന് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ തീ കത്താൻ സഹായിക്കുന്ന വാതകം, അത് ചെന്ന് കാർബണെ ബേൺ ചെയ്യിപ്പിക്കും. സൈലൻസർ വഴി തന്നെ പുറന്തള്ളുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇത് ഒരു വൈബ്രേറ്റിംഗ് സെൻസറാണ്. അപ്പോൾ ഇത് വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ അത് മെഷീൻ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ വൈബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. വൈബ്രേഷൻ നിൽക്കുകയാണെങ്കിൽ വണ്ടി ഓഫാകും. അപ്പം അത് നമുക്ക് മെഷീൻ അറിയാൻ വേണ്ടി ഉള്ള ടൂൾ എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഓരോ വണ്ടിക്കും റേറ്റിനകത്ത് വ്യത്യാസം ഉണ്ടാകും. വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി, വണ്ടി കിലോമീറ്റർ, അതൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ക്യൂബിക് കപ്പാസിറ്റി കുറവാണ്, വണ്ടി അധികം ഓടിയിട്ടില്ലെങ്കിൽ റേറ്റ് വളരെ തുച്ഛമായിരിക്കും. പിന്നെ വണ്ടി 1,00,000 കിലോമീറ്റർ മേലോട്ട് ഓടിയാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ വണ്ടികൾ 3800 അതിനേക്കാളും കൂടുതലായിരിക്കും. വാഹനങ്ങളുടെ അതിനേക്കാൾ കൂടുതലായിരിക്കും ഇന്നോവ, അതുപോലുള്ള വലിയ വണ്ടികളുണ്ട്. റേറ്റിനകത്തൊരു ഫിക്സഡ് റേറ്റല്ല, അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി കിലോമീറ്റേഴ്സ് ആണ്. ഓണം സീസണൊക്കെ ആണല്ലോ വരുന്നത്. എല്ലാവരും ദൂരയാത്രകളൊക്കെ പോകുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓണത്തോട് അനുബന്ധിച്ച്, അതായത് ഓണത്തിൻ്റെ ഈ ഒരു മാസം, അതായത് ഈ സെപ്റ്റംബർ മാസം തീരുന്നത് വരെ നമ്മൾ കിട്ടുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിലൊരു ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വരുന്ന ആൾക്കാർക്ക് ഒത്തിരി ഓഫറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു.